ഇവിടെ ഓസ്ട്രേലിയയിൽ സ്പ്രിംഗ് സീസൺ തുടങ്ങി കേട്ടോ. സെപ്റ്റംബർ, ഒക്ടോബർ, നവംബർ ഈ 3 മാസമാണ് ഇവിടെ സ്പ്രിംഗ്. ഈ സീസൺ തുടങ്ങുന്നതിന് മുന്നേ തന്നെ ഗാർഡനിൽ കുറച്ച് പണികളൊക്കെ തുടങ്ങിയിട്ടുണ്ടായിരുന്നു. അപ്പോൾ അതിലൊന്നാണ് ഇന്ന് കാണിക്കുന്നത്. നമ്മുടെ സ്ട്രോബെറി പ്ലാന്റിനെയൊക്കെ ഒന്ന് എടുത്ത് തറയിലോട്ട് നടാം. ഇത് കഴിഞ്ഞ പ്രാവശ്യം ഉണ്ടായ ബേബി പ്ലാന്റ്സിനെ എടുത്ത് ഈ ചട്ടിയിൽ വെച്ചതാണ്. എന്തോ അത്രയ്ക്ക് അങ്ങോട്ട് ഇഷ്ടപ്പെട്ടില്ല. അതുകൊണ്ട് ഇപ്രാവശ്യം അതിനെ എടുത്ത് തറയിൽ വെക്കാമെന്ന് ഓർത്തു. അതിനായിട്ട് നമ്മുടെ ഗാർഡൻ ബെഡിൻ്റെ ഏറ്റവും സൈഡിലായിട്ടുള്ള സ്ഥലമാണ് എടുത്തേക്കുന്നത്. അടുത്ത മണ്ണൊന്ന് മാറ്റി കുറച്ച് കമ്പോസ്റ്റും ബ്ലഡ് ആൻഡ് ബോണിനെ കുറച്ച് വളവും കൂടെ കൂട്ടി ഒന്ന് മിക്സ് ചെയ്തിട്ടാണ് അതിലേക്ക് ഈ സ്ട്രോബെറി പ്ലാന്റ്സിനെ എടുത്ത് വയ്ക്കുന്നത്. ഇപ്പോൾ ഇടുന്ന ഈ കമ്പോസ്റ്റ് നമ്മുടെ വീട്ടിൽ തന്നെ ഉണ്ടാക്കിയതാണ് കേട്ടോ. ഈ അടുക്കള വേസ്റ്റൊക്കെ വെച്ചിട്ട് ഈസി ആയിട്ട് എങ്ങനെ കമ്പോസ്റ്റ് ഉണ്ടാക്കുക എന്നുള്ളൊരു വീഡിയോ ചെയ്തിട്ടുണ്ട്. കാണാൻ ഇഷ്ടമുള്ളവരൊന്ന് കണ്ടു നോക്കുക. ഈ സ്ട്രോബെറി പ്ലാന്റ്സ് വയ്ക്കുമ്പോൾ ഒന്നുകിൽ ഗാർഡൻ ബെഡിൻ്റെ സൈഡിലായിട്ട് ഏറ്റവും സൈഡിലായിട്ട് അരികിലായിട്ട് വയ്ക്കുക. അപ്പോൾ ഈ സ്ട്രോബെറീസ് ഉണ്ടാകുമ്പോൾ ഇത് പുറത്തോട്ട് ഇങ്ങനെ ഉണ്ടായി കിടക്കും. അപ്പോൾ നമ്മുടെ ഈ ഒച്ച് പോലെയുള്ള ജീവികൾ, ഒച്ചും കുറേയധികം കീടങ്ങളൊക്കെ അതിനകത്ത് ആക്രമിക്കുന്നതിന് ഉള്ള ചാൻസ് കുറയും. പിന്നെ മണ്ണിലിങ്ങനെ കിടക്കുകയില്ല. അപ്പോൾ പുറത്തോട്ടിങ്ങനെ തൂങ്ങിക്കിടക്കുന്ന രീതിയിൽ നടന്നതായിരിക്കും ഏറ്റവും നല്ലത്. ഇത് കണ്ടില്ലേ, ചട്ടിയിൽ കഴിഞ്ഞ പ്രാവശ്യം വെച്ച സ്ട്രോബെറി പ്ലാന്റ്സിനെല്ലാം നന്നായിട്ട് വേര് വന്ന് നല്ല എസ്റ്റാബ്ലിഷ് ആയ പ്ലാന്റ്സ് ആണ്. പക്ഷെ ഞാൻ ഇതിൽ നിന്ന് മാറ്റാൻ കാര്യം, ഇതിനകത്ത് നമ്മൾ ചട്ടിയിൽ നടുമ്പോൾ നമ്മൾ ഒത്തിരി വളമൊക്കെ ഇട്ട് കൊടുക്കേണ്ടി വരും നന്നായിട്ട് സ്ട്രോബെറീസ് ഉണ്ടാവാനായിട്ട്. മണ്ണിലാണെങ്കിൽ കുറച്ചും കൂടെ എന്താ പറയുക, ഒരുപാട് വളമൊന്നും ചേർക്കാതെ തന്നെ നന്നായിട്ട് സ്ട്രോബെറീസ് ഉണ്ടാകുന്നതായിട്ട് എനിക്ക് കഴിഞ്ഞ പ്രാവശ്യം തോന്നി. അപ്പോൾ അതുകൊണ്ട് അതിനെ ഒന്ന് മാറ്റി വെച്ച് നോക്കാമെന്ന് ഓർത്താണ്. അങ്ങനെ അവനെ നമ്മുടെ കുഴിയിലോട്ട് വളമൊക്കെ ഇട്ട കുഴിയിലോട്ട് ഇറക്കി വെച്ചു. ഇനി ഇതിൻ്റെ ചുറ്റും മണ്ണൊക്കെ ഒന്ന് അടുപ്പിച്ച് കൊടുത്തിട്ട് ആ ഉണങ്ങിയ ഇലകളൊക്കെ നന്നായിട്ടൊന്ന് പ്രൂൺ ചെയ്ത് കൊടുക്കുകയാണ്. അതിനകത്ത് പുതുതായിട്ടുണ്ടായിരുന്ന ഇല മാത്രമേ അതിനകത്ത് നിർത്തുന്നുള്ളൂ, ബാക്കിയെല്ലാം കട്ട് ചെയ്ത് മാറ്റി. ഇങ്ങനെ ചെയ്യുന്നത് കൊണ്ട് ചെടിക്ക് എല്ലാ എനർജിയും ഇതിൻ്റെ പുതിയ ഇല വരുന്നതിനും പിന്നെ ഫ്രൂട്ട്സ് ഉണ്ടാകുന്നതിനൊക്കെ ഉപയോഗിക്കാൻ പറ്റും. കഴിഞ്ഞ പ്രാവശ്യം ഞാനിങ്ങനെ ചെയ്തത് നന്നായിട്ട് എഫക്റ്റീവായിരുന്നു. അപ്പോൾ നിങ്ങളുടെ ചെടി ഇങ്ങനെ ഉണങ്ങി കരിഞ്ഞൊക്കെ നിൽക്കുകയാണെന്നുണ്ടെങ്കിൽ അതിന് നന്നായിട്ടൊന്ന് പ്രൂൺ ചെയ്ത് കൊടുത്ത് നോക്കുക, നന്നായിട്ട് റിസൾട്ട് കിട്ടും. ഈ കാണുന്നത് ആ ചട്ടി നിന്നതിൻ്റെ ചുറ്റും ഇതിൻ്റെ ബേബീസ് ഉണ്ടായി നിൽക്കുന്നതാണ്. അതിൻ്റെ റണ്ണേഴ്സ് അതിലെ താഴെ കൂടെ ഒക്കെ പോയിട്ട് അവിടെ എല്ലാം ഇതുപോലെ പുതിയ ചെടികൾ ഉണ്ടായി. അപ്പോൾ അവരെ കൂടെയൊക്കെ ഒന്ന് എടുത്ത് അതിൻ്റെ അടുത്തായിട്ട് തന്നെ നട്ടു കൊടുക്കുകയാണ്. ഈ സ്ട്രോബെറി പ്ലാന്റ്സ് മേടിക്കുമ്പോൾ നമ്മൾ 1-2 ചെടി മേടിച്ചാൽ മതി. ആ വർഷം തന്നെ നമുക്ക് ഒരുപാട് അതിൻ്റെ തൈകൾ ഉണ്ടായി കിട്ടും. ഇതുപോലെ ഉണ്ടാകുന്ന ബേബീസിനെയൊക്കെ നമ്മൾ തറയിലോട്ടൊന്ന് ചേർത്തൊന്ന് വെച്ച് കൊടുത്താൽ മതി. അപ്പോൾ അവിടെ അത് പുതുതായിട്ടുണ്ടായ റണ്ണറിൽ നിന്ന് തന്നെ അടുത്ത ചെടിയും അങ്ങനെ ഒരുപാട് ബേബീസ് നമുക്ക് ഉണ്ടായി കിട്ടും. ഇതിൽ നന്നായിട്ട് ഫ്രൂട്ട്സ് ഉണ്ടാകാനായിട്ട് പ്രത്യേകം ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം, ഒരു മിനിമം ഒരു 6 മണിക്കൂറെങ്കിലും ഡയറക്റ്റ് സൺലൈറ്റ് കിട്ടുന്ന ഒരു സ്ഥലത്ത് വേണം ഇത് നടാനായിട്ട്. പിന്നെ വെള്ളം ഒഴിക്കുന്ന കാര്യത്തിലും ശ്രദ്ധിക്കണം. ഫ്രൂട്ട്സ് ഉണ്ടാകുന്ന സമയത്ത് ഈ ചെടിക്ക് നല്ല രീതിയിൽ വെള്ളം ആവശ്യമാണ്. അപ്പോൾ മോയ്സ്ചർ എപ്പോഴും മണ്ണിൽ നിലനിർത്താനായിട്ട് ശ്രദ്ധിക്കണം. അങ്ങനെ 1-2 കാര്യങ്ങൾ ശ്രദ്ധിച്ചാൽ നന്നായിട്ട് സ്ട്രോബെറീസ് ഉണ്ടായി വരും. അപ്പോൾ ഇവരെയൊക്കെ ഇനി ഒന്ന് നേരത്തെ കാണിച്ചതുപോലെ തന്നെ കുറച്ച് വളമൊക്കെ ഇട്ട് ഒന്ന് മണ്ണിലോട്ട് കുഴിച്ച് വയ്ക്കുകയാണ്. ഇത്രയേ ഉള്ളൂ ഇന്നത്തെ വീഡിയോ. ഇതുപോലുള്ള ഗാർഡൻ വീഡിയോസ് നിങ്ങൾക്ക് ഇഷ്ടമാണെങ്കിൽ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക, വീഡിയോ ലൈക്ക് ചെയ്യുക. മറ്റൊരു വീഡിയോയിൽ കാണാം. താങ്ക്